Kerala to Goa Travel Series Part 1. ഏർലി മോർണിംഗ് 3 AM ലഗേജൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 hours കഴിഞ്ഞ് കാലിക്കറ്റ് റോഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഞങ്ങൾ വടകര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ടേൺ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ട്രാവലിംഗ് കണ്ടിന്യൂ ചെയ്യണത്. സോ കല്ലുമ്മക്കായ ഈസ് വൺ ഓഫ് ദി ഫേമസ് ആൻഡ് മോസ്റ്റ് ഡെലീഷ്യസ് തിങ് ഇൻ കാലിക്കറ്റ്. സോ അതുകൊണ്ട് തന്നെ അതെന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് പോകണമെന്ന് വിചാരിച്ചു. അവിടെ തന്നെയുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഇക്കാൻ്റെ ഷോപ്പിൽ നിന്ന് ആക്ച്വലി ഞങ്ങൾ അത് പർച്ചേസ് ചെയ്ത് കുറേ കല്ലുമ്മക്കായ വാങ്ങിയിട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ നാട്ടിലൊന്നും ആക്ച്വലി കല്ലുമ്മക്കായ അങ്ങനെ ഭയങ്കര അവൈലബിൾ ഇല്ല. ഇനി കിട്ടിയാൽ തന്നെ അത് ഉണ്ടാക്കാനും അത്രയ്ക്ക് അറിയില്ല. അതിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റ് ആക്ച്വലി കാലിക്കട്ട് തന്നെ ഫ്ലേവർ നമ്മൾ ചെയ്തിരിക്കണം. സോ ഞങ്ങൾ അതൊക്കെ കഴിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ നമ്മൾ മാഹിയിലാണ് എത്തിയിട്ടുള്ളത്. സോ മാഹി എന്ന് പറയുന്ന സ്ഥലം ആക്ച്വലി ഞാൻ കേട്ടിട്ടുള്ള ഫസ്റ്റ് ടൈമാണ് ആക്ച്വലി വിസിറ്റ് ചെയ്യണത്. ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യണത് കൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ സ്ഥലം എങ്ങനെ ആയിരിക്കും, ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെ ആയിരിക്കും എന്ന് കാണാനും അറിയാനൊക്കെ വേണ്ടി. മാഹി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരാണ് അവർ റൂൾ ചെയ്തിട്ട് പോണേന്നുള്ളതൊക്കെ. സോ അത്രയ്ക്ക് അറിവുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ പോയി കുറേ ക്യാപ്ചർ ചെയ്യണമൊക്കെ വിചാരിച്ചെങ്കിലും സൺഡേ ആയതുകൊണ്ട് തന്നെ ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ അവിടെയുള്ള ചെറിയ മോണുമെൻറ്റ്സ്, അവിടുത്തെ ഓൾഡ് ബിൽഡിങ്സൊക്കെ കണ്ടുകൊണ്ട് യാത്ര തുടർന്ന്. അതുപോലെ തന്നെ അവിടെ റിവർ വാക്ക് സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് വേ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് പോയി ഒന്ന് കണ്ട് അതിനുശേഷം ഞങ്ങൾ യാത്ര തുടർന്ന്. ആക്ച്വലി ഒരു ഉച്ചയാകുമ്പോൾ തലശ്ശേരി എത്തണം എന്നായിരുന്നു നമ്മളെ എയിം. ആക്ച്വലി തലശ്ശേരി ബിരിയാണി കഴിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഈ യാത്രയിൽ ഫസ്റ്റത്തെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തലശ്ശേരി ബിരിയാണിയൊക്കെ കുറേ കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും തലശ്ശേരി പോയിട്ട് തലശ്ശേരി ബിരിയാണി ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല. സോ ഈ യാത്ര നമ്മൾ തലശ്ശേരി പോയി തലശ്ശേരി ബിരിയാണി കഴിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഈ ട്രാവലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ പുതിയ കാര്യങ്ങൾ കാണാനും പഠിക്കാനും ഒക്കെ പറ്റിയിട്ടോ. അതുപോലെ തന്നെ ഇതൊരു വളരെ പുതിയൊരു അനുഭവമായിട്ടാണ് എനിക്കുള്ളത് ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയും ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ ഈ ട്രാവലിങ്ങിൽ. കേരളത്തിൽ നിന്ന് ഗോവയ്ക്ക് പോവാതെ റോഡ് വഴി പോകാമെന്നുള്ളത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ട്രാവലിംഗ് ചെയ്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് 5 hours ആയി. ബട്ട് ഐ എം സോ ഹാപ്പി വിത്ത് ദ ട്രാവലിംഗ്. ഒരു ചെറിയ ടയേർഡ്നെസ് പോലും വന്നിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും നല്ലോണം സംസാരിച്ച് എൻജോയ് ചെയ്ത് യാത്ര ചെയ്യുന്നത് കൊണ്ട് വി വാസ് സ്റ്റിൽ വെരി ഫ്രഷ് ആക്ച്വലി. ഇപ്പം നമ്മൾ തലശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. സോ തലശ്ശേരിയിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാരിസ് പ്രസിഡൻസി എന്ന് പറയുന്നത് ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ആക്ച്വലി തലശ്ശേരി ബിരിയാണി ട്രൈ ഔട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത്. വളരെ പഴക്കമുള്ള ഒരു 70 വർഷത്തിനധികം പാരമ്പര്യമുള്ള ഒരു ഹോട്ടലാണിത്. സോ ഞാൻ സെർച്ച് ചെയ്തിട്ട് വന്നതാണ് ഇവിടുന്ന് തന്നെ ബിരിയാണി ട്രൈ ഔട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട്. കുറേ ആൾക്കാരെ സജഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പഴയകാല ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ ഒരുമിച്ച് കുറേ സംസാരിച്ചുകൊണ്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. റെസ്റ്റോറൻറ്റ്സിൽ കുറേ ഫാമിലീസൊക്കെ ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. സോ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്. ആക്ച്വലി കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ആ ഫുഡ് വരുന്നത് നല്ല തിരക്കുണ്ട്. സോ അവിടുത്തെ ഒതൻറ്റിക് ആയിട്ടുള്ള തലശ്ശേരി ബിരിയാണിയാണിത്. ഞങ്ങൾ ആദ്യമായിട്ട് ട്രൈ ഔട്ട് ചെയ്യണം. നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. രണ്ടുപേരും ഫുഡൊക്കെ വിളമ്പി കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്ത്. നല്ലൊരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ. ഒരു മൈൽഡ് ഫ്ലേവറാണ്. എൻ്റെ നാട്ടിലത്തെ പോലത്തെ ഫ്ലേവർ അല്ല ഈ ബിരിയാണിക്ക്. എൻ്റെയിൽ ഡിഫറെൻ്റ് ആണ്. ബട്ട് ദ ഫ്ലേവർ വാസ് വെരി ഗുഡ്. ഒരു മൈൽഡ് ഫ്ലേവേർഡ് ബിരിയാണി ആയിരുന്നു കേട്ടോ തലശ്ശേരി ബിരിയാണി. ദിസ് വാസ് ഐ വാസ് എക്സ്പെക്റ്റിംഗ്. അത് തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഫുഡ് കഴിച്ചതിന് ശേഷം കണ്ണൂർ തലശ്ശേരി റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ ഒരു ഭയങ്കര വ്യൂ ആയിട്ടുള്ളൊരു റോഡ് കണ്ട്. സോ ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. ഇപ്പോൾ കുറേ ആൾക്കാർ അവർ ഇറങ്ങി നിൽക്കണുണ്ടായിരുന്നു. സോ ഞങ്ങളും ആ റൂട്ടിൽ കൂടെ എടുത്ത് ഭയങ്കര റീഫ്രഷിങ് ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ ഇത്. നല്ലൊരു ഫ്രഷ് എയർ തന്നെയായിരുന്നു നമുക്ക് അവിടെ കിട്ടിയത്. ഒരു 2 minutes ഞങ്ങൾ അവിടെ നിന്നൊന്ന് റീഫ്രഷ് ആയിട്ടാണ് ഞങ്ങളെ യാത്ര പിന്നെയും കണ്ടിന്യൂ ചെയ്തത്. ഈ യാത്ര ആക്ച്വലി ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു യാത്രയാണ്. ഇത്ര ലോങ് ഡ്രൈവ് പോണത് തന്നെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അതുപോലെ തന്നെ ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് വന്ദേ ഭാരത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. ഈവൻ ദോ ഐ ഹാവ് ഹേർഡ് കണ്ടിട്ടില്ലായിരുന്നു. ഏകദേശം രാത്രിയായി തുടങ്ങിയ ടൈമൊക്കെ. ഞങ്ങൾ അങ്ങനെ മംഗലാപുരം എത്താനായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ട്രാവലിംഗ് ഇൻ ബിറ്റ്വീൻ 2-3 times ഞങ്ങൾ നിർത്തി റെസ്റ്റ് എടുത്തിട്ടാട്ടോ പോയത്. സോ അതുകൊണ്ട് തന്നെ മംഗലാപുരം നൈറ്റ് ആകുമ്പോഴാണ് ഞങ്ങൾ എത്തിയത്. ഇന്നത്തെ ട്രാവലിംഗ് ഞങ്ങൾ മംഗലാപുരം സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. മംഗലാപുരത്ത് ഫ്രഷ് ഫ്രോസൺ യോഗേർട്ട് എന്ന് പറയുന്നത് ഡോൺ ജോൺസിൻ്റെ ഒരു ഫ്രഷ് യോഗേർട്ട് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട്
ഭയങ്കര ഫേമസ് ആണിത്. ആക്ച്വലി മംഗലാപുരത്ത് ദർലക്കട്ട എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഇത് സിറ്റുവേറ്റ് ആയിട്ടുള്ളത്. സോ ഞങ്ങളിവിടെ വന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യോഗേർട്ട് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ യോഗേർട്ടിൽ ഒന്നും നോക്കിയില്ല, ബ്ലൂബെറി ഫ്ലേവർ കണ്ടതും ഞാൻ അത് തന്നെ ഓർഡർ ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് ഭയങ്കര ഒരു റീഫ്രഷിങ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആയിട്ടോ അവർ ആ ഷോപ്പിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഒരു കുറച്ച് നേരം ഞങ്ങൾ അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു ട്രാവലിംഗ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്കിത്. കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് ഇവിടെ മെനുവിൽ, കുറേ ടൈപ്പ് ഫ്ലേവേഴ്സ് ഉണ്ട്. ബ്ലൂബെറി, റോസ്ബെറി, അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. എനിക്ക് ബ്ലൂബെറി ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഇയാൾ ഉണ്ടാക്കണ കണ്ട് ഭയങ്കര റീഫ്രഷിങ് ആയിട്ടുള്ള രീതിയിലാട്ടോ ഇവരെ ആ ഒരു മേക്കിംഗ് ഒക്കെ കണ്ടു നോക്കും. നല്ല ഭംഗിയാണ് ഈ മേക്കിംഗ് കാണാൻ തന്നെ. നിങ്ങൾ എന്തായാലും മേക്കിംഗ് ഒന്ന് കണ്ടോക്ക്. ഭയങ്കര മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടായിരുന്നു കേട്ടോ ഇത്. ഞാൻ ഭയങ്കര ഹാപ്പിനെസ്സിലാണ് ഈ ഡെസേർട്ട് കഴിച്ചത്. ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടുള്ള ഡെസേർട്ടാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ഔട്ട് ചെയ്യണം. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ആക്ച്വലി മംഗലാപുരമാണ് സ്റ്റേ ചെയ്യുന്നത്. സോ നാളത്തെ വീഡിയോ ബാക്കിയുള്ള ട്രാവലിംഗ് കാണാൻ വേണ്ടി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.